ഇറ്റ്സ് മീ ജിബിയ. അപ്പൊ ഇന്നത്തെ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോയോ അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല. എന്റെ ഒരു ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും വീഡിയോയിൽ വലിയ നീട്ടുന്നില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണല്ലോ. അത് വേറെ ഒന്നും തന്നെയല്ല, ഇന്ന് വെറുതെയല്ല ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരെയും എനിക്ക് സ്മൂത്ത് ചെയ്ത മുടിയെ കുറിച്ച് പറയാനും, പിന്നെ ഞാനത് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്, പിന്നെ എന്തെങ്കിലും ഇതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ, പിന്നെ ഇത് ചെയ്തപ്പോൾ ഞാൻ എന്തെല്ലാമാണ് മുടിയെ കെയർ ചെയ്തത്, ഇതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പൊ എങ്ങനെ മുടി സ്മൂത്ത് ചെയ്തത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പാർലറിൽ തന്നെയായിരുന്നു. ഞാൻ അറിയുന്ന ഒരു ചേച്ചിയാണ്, എനിക്ക് പേഴ്സണലി നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ചേച്ചിയുമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ആ ചേച്ചിയോട് ഇത് ചെയ്യാൻ എത്രയാവും, ഇത് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മുടി പോവോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു മുടി പോവും, അതായത് ഇത് ചെയ്യുന്ന പകുതി പേർക്കും കൊഴിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്നിട്ട് ഞാൻ എന്തായാലും ചെയ്യാൻ ഓർത്ത് ചെയ്തു. അപ്പോ ചെയ്തപ്പോ എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാനത് പോയി ചെയ്തത് എന്റെ ചേട്ടായുടെ കൊച്ചിന്റെ മാമോദിസ, അതായത് ഒരു ഫംഗ്ഷന്റെ തലേദിവസമായിരുന്നു. ഒരിക്കലും ആരും പോയി തലേദിവസം സ്മൂത്തനിങ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുടി, എനിക്ക് ഓൾറെഡി ഇത്രയും നെറ്റിയുണ്ട്, അപ്പൊ കുറച്ചുകൂടെ അങ്ങ് കേറിയ പോലെ തോന്നി. എന്നിട്ട് കേറിയ പോലെ തോന്നി കഴിഞ്ഞപ്പം എന്റെ റിലേറ്റീവ്സും എന്റെ അറിയാവുന്ന ഫ്രണ്ട്സും എല്ലാം പറഞ്ഞു ഭയങ്കര ബോറായി പോയി ജിബിയ, ചെയ്യാതിരിക്കുന്നതായിരുന്നു നല്ലത്, നിനക്ക് മറ്റേ ഹെയർ ആയിരുന്നു അടിപൊളി, ഇപ്പൊ ഒരുമാതിരി എന്തോ പോലെ ആയി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം പൈസയും പോയി, ചെയ്യുകയും ചെയ്തു, ഇതിനിപ്പം മാറ്റാനും പറ്റില്ല. അപ്പൊ എനിക്ക് ഞാൻ മെന്റലി ഭയങ്കരമായിട്ട് താന്നുപോയി. പക്ഷെ എന്നിട്ടും ഞാൻ ഇതിനെ കെയർ ഒന്നും ചെയ്യാതിരുന്നില്ല, അല്ലെങ്കിൽ നോക്കാതൊന്നും ഇരുന്നില്ല, പോട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളൊരു മൈൻഡിൽ മുന്നോട്ട് പോയി. അപ്പോ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് ഉണ്ടാവും. പക്ഷെ ഞാനതൊന്നും കണക്കാക്കില്ല, ഞാൻ മുന്നോട്ട് തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 വീക്സ് കഴിഞ്ഞപ്പോ എന്റെ മുടി എന്റെ ഒരു പാങ്ങിന് വരാൻ തുടങ്ങി. പാങ്ങിന് എന്റെ മുടി വരാൻ തുടങ്ങിയപ്പോ ആക്ച്വലി എന്റെ ഹെയർ അടിപൊളിയായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്മൂത്തനിങ് ചെയ്യുന്ന ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നമ്മുടെ മുടി നമ്മളുടെ ഒരു ഹെയർ സ്റ്റൈല് നമ്മുടെ ഹെയർ സ്റ്റൈലിൽ ഇടാനോ, അല്ലെങ്കിൽ നമ്മളെ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഹെയർ സ്റ്റൈലൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല. ഇതൊന്നും എനിക്ക് ആദ്യം പോയി ചെയ്തപ്പോൾ അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വലിയ കാര്യത്തിന് ഫംഗ്ഷന്റെ തലേദിവസം അടിപൊളിയായിട്ട് ഇറങ്ങാനൊക്കെ ഓർത്തങ്ങ് പോയി ചെയ്തിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എല്ലാവരും എന്നെ കാണുമ്പോൾ ഒരുമാതിരി അങ്ങ് നോക്കുക. ചെയ്തപ്പോൾ എനിക്ക് തന്നെ തോന്നി, പക്ഷെ അതിലെ എനിക്ക് എന്തോ പോലെ ആയത് എല്ലാവരും നോക്കുകയും ഇങ്ങനെ പറയുകയും ചെയ്തപ്പോഴാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഫംഗ്ഷന് പോകണമെന്ന് പോലും ഇല്ലായിരുന്നു. പിന്നെ ചേട്ടായുടെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോയി. എന്നിട്ട് ഒരു 2-3 വീക്സ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഈ പറഞ്ഞവരെല്ലാം എൻ്റെ അടുത്ത് തിരിച്ചു പറയാൻ തുടങ്ങി, അടിപൊളിയായാലോ, ഹെയർ അടിപൊളിയായാലോ, അങ്ങനെ പറഞ്ഞു, നിനക്ക് ചേരുന്നുണ്ട്, നല്ലത്, ആദ്യത്തെ പോലെ അല്ല, ഇപ്പൊ നല്ലതായെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതൊക്കെ ഞാൻ മറന്നു, അത് അവിടെ കൊണ്ട് തീർന്നു. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്നത്, ഞാൻ എന്റെ ഇത്രയും ഇത് ഞാൻ ചെയ്തിട്ടിപ്പം ഞാൻ 2 തവണ ചെയ്തു ഓൾറെഡി സ്മൂത്തനിങ്. ഫസ്റ്റ് ഞാൻ ചെയ്തിട്ട് 6 മാസം 7 മാസം കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഞാൻ ചെയ്തത്. അപ്പൊ 2 തവണ ഞാൻ ചെയ്തിട്ട് എന്റെ ഈ മുടിക്ക് യാതൊരു മാറ്റവും, അതായത് എന്റെ മുടി ഓൾറെഡി ഒത്തിരി തിക്കൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം ഇതുപോലൊക്കെ ഒത്തിരി ഉള്ളൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇത് ചെയ്തിട്ട് എന്നെ വലിയ ഉള്ളൊന്നും കുറഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെയാണ് മുടി കിടക്കുന്നത്. പിന്നെ 6 മാസം ആവാറായി ഇപ്പൊ സെക്കൻഡ് ടൈം ചെയ്തിട്ട്. അപ്പൊ അതിന്റേതായ ചെറിയ വളർച്ചയൊക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്, അതല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. സ്മൂത്തനിങ് ചെയ്യുന്ന ഒരു വ്യക്തി കുറേയൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേയേറെ കെയറിംഗ് ഒക്കെ മുടിയിൽ ചെയ്യണം. ഇല്ലാച്ചാൽ കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ സ്പ്ലിറ്റൻസിന് ചാൻസ് ഉണ്ടാവും, അങ്ങനെ കുറച്ചൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ഒത്തിരി ഒന്നും ഹെയറിൽ കെയർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്തിട്ടില്ല എന്നല്ല, നമ്മൾ ഒത്തിരി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് എന്റെ മുടി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ 4 ഡേയ്സ് നമ്മുടെ മുടി 4 ഡേയ്സ് കഴിയുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ സ്മൂത്തനിങ് ചെയ്ത് 4 ഡേയ്സ് കഴിയുമ്പോൾ. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങൾ സ്മൂത്തനിങ് ചെയ്ത് ഏത് പാർലറിൽ വെച്ചാണോ ആ പാർലറിൽ തന്നെ പോയി ഫസ്റ്റ് വാഷ് ചെയ്യുക. ഫസ്റ്റ് വാഷ് അവിടെ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്തു തരാൻ പറ്റും. അപ്പൊ അത് മുടിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇൻകേസ് നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിലും നമ്മൾ ഒറ്റ കാര്യം മസ്റ്റായിട്ട് ചെയ്യണം. എന്താന്ന് വെച്ചാല്, ഈ പാർലറുകാർ നമ്മുടെ ഈ സ്മൂത്തനിങ്ങിന് ഉപയോഗിച്ചിട്ട് ക്രീമുണ്ട്. അപ്പൊ ആ ക്രീം ഏതാണോ ആ ക്രീം തന്നെ വെച്ച് വേണം, ക്രീമിന്റെ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വാഷ് എന്നല്ല, നമ്മൾ മുന്നോട്ട് എത്ര കാലം ഈ മുടി വാഷ് ചെയ്യുന്നുണ്ടോ അത്രയും കാലം നമ്മൾ ഇതിന്റെ കണ്ടീഷണറും ഷാമ്പു മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ 2 എന്ന് പറഞ്ഞാല്, നമ്മൾ സ്മൂത്ത് ചെയ്ത് 4 ഡേയ്സിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഇത് കിടക്കത്തില്ല.
അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ കയറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് ഇങ്ങോട്ട് തള്ളിയിടുക, അങ്ങനെയൊക്കെ ചെയ്യരുത്. കാരണം 4 days എങ്കിലും ചെയ്യരുത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ചെവിയുടെ അടുത്ത് കയറ്റി വെക്കുമ്പോൾ ഇത്രയും ഭാഗത്തിന് വളവുണ്ടാവും. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. പിന്നെ കിടക്കുന്ന സമയത്ത് നമ്മൾ നൈറ്റ് ഒക്കെ കിടക്കുമ്പോൾ മാക്സിമം മുടിയിലോട്ട് ഒത്തിരി ഇങ്ങനെ ബലം അല്ലെങ്കിൽ എന്താ മുടി ഒത്തിരി ഇങ്ങനെ അമർത്തി വെച്ച് കിടക്കരുത്. കാരണം അവിടെ എല്ലാം വളവലുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ കിടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ തലവണ്ണ വെച്ചിട്ട് മുടി പുറകോട്ടിട്ടിട്ട് നേരെ തന്നെ കിടക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 3 ദിവസത്തേക്കെങ്കിലും ഇങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് വളയും. കാരണം ഇത്ര പൈസ മുടക്കിയതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ അങ്ങ് ചെയ്തു പോകും. ഇതൊന്നും വലിയ ഇഷ്യൂ എന്നുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ അറിയാതെ തന്നെ ചെയ്തു പോകും. അപ്പൊ അത് ചെയ്യുക. പിന്നെ നമ്മൾ 4 ദിവസം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ആവേശം കാരണം ഇത് പൊക്കി കെട്ടിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ സ്ലൈഡ് കുത്തി വെച്ചാൽ അല്ലെങ്കിൽ ബോ വെച്ചാൽ എങ്ങനെ ഇരിക്കും, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആകാംക്ഷ എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ചെയ്യരുത്. സ്ലൈഡ് കുത്താൻ പാടില്ല, ബുഷ് ഇടാൻ പാടില്ല, ഇങ്ങനെ ബോ ഒന്നും വെക്കരുത്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇവിടെ പാടുണ്ടാവും വെക്കുമ്പോൾ. പിന്നെ സ്ലൈഡ് കുത്തിയാൽ അവിടെ സ്ലൈഡ് കുത്തിയ പാട് അതുപോലെ തന്നെ വരും. അപ്പൊ അതൊന്നും ചെയ്യരുത്. സ്ലൈഡ്, ക്ലിപ്പ്, ബുഷ്, ബോയ് ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. മാക്സിമം അവരെ അഴിച്ചു വിടുക. അതായത് നമ്മൾ കൈകൊണ്ട് പോലും ഒത്തിരി ടച്ച് ചെയ്യാതിരിക്കുക 4 days. അപ്പൊ ഈ 4 days കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ 4 days കഴിഞ്ഞു, വാഷ് കഴിഞ്ഞു, പിന്നെ നമുക്ക് അത്യാവശ്യം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ 4 days നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. ഡയറക്റ്റ് മഴ നനയാൻ, അതായത് വെള്ളം തൊടാനേ പാടില്ല. ഈ 4 days വെള്ളം തൊട്ടാല് നമ്മുടെ മുടി ആ ഭാഗം ഇങ്ങനെ വളയും. അന്നേരം നമ്മളുടെ അടുത്ത് സലൂണിലെ അല്ലെ പാർലറിലെ ചേച്ചിമാര് പറയും വെള്ളം തൊടുക പോലും ചെയ്യരുത്. ആക്ച്വലി വേർക്കുക പോലും പാടില്ല, വേർക്കാൻ പോലും പാടില്ല. വേർക്കുമെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗം വളഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഈ 4 days മഴ നനയാനൊന്നും പാടില്ല, വെള്ളം കുളിക്കാൻ പാടില്ല, തല നനയ്ക്കാനായിട്ട് പാടില്ല 4 days. അതാണ് ഫസ്റ്റ് വാഷ് 4 days കഴിഞ്ഞിട്ടാണ് പറയുന്നത്. 3 days അല്ലെങ്കിൽ 4 days ഫസ്റ്റ് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി അത്യാവശ്യം ഒന്ന് സെറ്റ് ആയി. പിന്നെ നമ്മുടെ മുടി മഴ നനഞ്ഞാലൊന്നും അത്ര പെട്ടെന്ന് പോകത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ഇപ്പം മുടി കൊഴിയാൻ തുടങ്ങി കഴിയുമ്പോഴല്ല നമ്മൾ അതിന്റെ കെയറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ മുടി സ്ട്രൈറ്റനിങ് ചെയ്ത് അല്ലെങ്കിൽ സ്മൂത്തനിങ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ കെയറിങ്ങും സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിനകത്ത് നമ്മൾ ഹെയർ സ്പാ, ഹെയർ മാസ്ക് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക. ഞാൻ ഈ 2 വട്ടം ചെയ്തിട്ട് ഒറ്റ തവണ ഹെയർ സ്പാ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഞാൻ വീട്ടിലൊക്കെ തന്നെ ഇങ്ങനെ അലോവേര ജെല്ലൊക്കെ എടുത്ത് അത്യാവശ്യം മുടിയിലൊക്കെ തേക്കുന്നല്ലാതെ നേരെ ഹെയർ സ്പാ, ഹെയർ മാസ്ക് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷെ ചിലരുടെ ഹെയറിന് അതില്ലാതെ പറ്റത്തില്ല. ചെയ്ത് കഴിയുമ്പോൾ നല്ല കൊഴിച്ചിലുണ്ടാവും. അപ്പൊ അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവര് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നത് 6 മാസം കഴിയാതെ നിങ്ങൾ ഹെയർ കളർ ഒന്നും ചെയ്യാനായിട്ട് പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ മുടി ഇങ്ങനെ സ്മൂത്ത് ചെയ്തിട്ടേക്കുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള കെമിക്കൽസ് ഒക്കെ ചെന്നിട്ടാണ്. അപ്പം ഡബിൾ കെമിക്കൽസ് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മുടി അത് ഡബിൾ ആയിട്ട് അത് ഇഫക്ട് ചെയ്യും. അപ്പം ഡബിൾ ആയിട്ട് എഫക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊഴിച്ചിലുണ്ടാവും, അല്ലെ പെട്ടെന്ന് സ്പ്ലിറ്റൻസ് ഉണ്ടാവും. അപ്പം മുടി ഫുൾ പെട്ടെന്ന് പോകും. അപ്പൊ എനിക്ക് തന്നെ ഞാൻ കാരണം കുറച്ചൊക്കെ കെയർ ചെയ്തു. കാരണം എന്റെ വീട്ടിൽ ഇങ്ങനെ ഞാൻ സ്മൂത്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് മമ്മി പറയുമായിരുന്നു മൊട്ടച്ചിയാവും. അപ്പൊ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ മൊട്ടച്ചി എങ്ങാനും ആയാലും ഇപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കെയർ ഒക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വന്നില്ല. പക്ഷേ എനിക്ക് വലിയ തിക്നെസ് ഒന്നും കുറഞ്ഞായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഉണ്ടായിരുന്ന തിക്നെസ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇപ്പോഴും കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടെ വളർന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ ചെയ്യാൻ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നല്ലൊരു സ്മൂത്ത് ചെയ്തതിൻ്റെതായ എനിക്ക് ഒരു ചള്ളാണ് അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് നേരത്തേക്കാളും തന്നെയാണ് ഇഷ്ടം. പിന്നെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞല്ലോ ലോറിയൽ പാരീസിന്റെ ഷാമ്പും കണ്ടീഷണറും മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് പൊഴിച്ചിട്ടുണ്ടാവും. അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാവുന്നതാണ് ഈ ലോറിയൽ പാരീസിന്റെ ഷാമ്പൂരൊക്കെ. അപ്പം അതൊക്കെ അങ്ങനെ നമുക്ക് അക്സെപ്റ്റബിൾ ആവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ അത് മാറ്റി യൂസ് ചെയ്താൽ കൊഴിച്ചിലുണ്ടാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മുടി കോമ്പ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതായത് ചീകുന്ന സമയത്ത് നമ്മൾ മാക്സിമം അകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചീകണം. ഇല്ല വെച്ചാൽ കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. മാക്സിമം കെട്ട് വീഴാതെ നമ്മൾ സൂക്ഷിക്കണം. കെട്ട് വീണ് കഴിഞ്ഞാൽ ഇതിനകത്ത് എടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. എനിക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ അല്ലാത്ത ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന കോമ്പ് വെച്ചിട്ട് ഇതൊന്ന് വളയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത് ചൂര് വന്നില്ല. എന്നിട്ട് ഇത് ഇവിടെ കുടുങ്ങി കിടന്നു. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഭാഗത്ത് മുടി കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഞാൻ ലെയർ ഒന്നും അടിച്ചേക്കുന്നാൽ അങ്ങനെ വന്നപ്പോഴത്തേക്കും കട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ ഈ സൈഡോടെ കട്ട് ചെയ്ത് ഒരുപോലെ ആക്കിയതാണ്. അപ്പൊ എനിക്ക് കുറച്ച് മുടി അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അകലമുള്ള കോമ്പ് വെച്ചിട്ട് എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ സ്മൂത്തനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഈ ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നട്ട്സ്, കൂടുതലായിട്ട് ഹെയറിന് വേണ്ട വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയ ഫുഡൊക്കെ നമ്മൾ ഇന്ന് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ബദാം, കാഷ്യൂ അങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോർമലി ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യും, പിന്നെ കേൾ ചെയ്യാൻ ശ്രമിക്കും, പിന്നെ ഡ്രയർ വെച്ച് ഹീറ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യും, സ്റ്റൈലർ വെച്ച് ചെയ്യും. അപ്പൊ ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ
ഇതൊന്നും ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരുപാട് ഹാർംഫുൾ, ഇങ്ങനെ ചെയ്തിട്ടേക്കുന്നത് പിന്നെ ചെയ്യുമ്പോൾ ഒരുപാട് ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെയർ പ്രൊട്ടക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്രീം അല്ലെങ്കിൽ ഈ സ്പ്രേ കിട്ടും. അപ്പൊ നമ്മൾ അത് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്യുക. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ഹെയർ സ്ട്രൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അന്ന് ചെയ്തിട്ട് ഓൾറെഡി സ്ട്രൈറ്റ് ആയി കിടക്കുന്നതാണ് ഇത്, അല്ലാതെ ഞാനൊന്നും സ്ട്രൈറ്റ് പിന്നെ ചെയ്യാൻ പോയിട്ടില്ല. അപ്പം ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെയൊക്കെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ എന്തെല്ലാം ഇപ്പം മുടിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കഴിച്ചാലും ഇതിന് പുറമെ നമ്മൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. ഈ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട, നമ്മുടെ മുടിക്ക് വേണ്ട കുറെ പ്രോട്ടീൻസും വിറ്റാമിൻസും ഒക്കെ തരാനായിട്ട് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ വെള്ളം നമ്മൾ ഇഷ്ടം പോലെ കുടിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുടി വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ക്ലോറിൻ വെള്ളം, ഹോട്ട് വാട്ടർ ഇത് രണ്ടും അവോയ്ഡ് ചെയ്യണം. ക്ലോറിൻ വെള്ളം എന്ന് പറയുന്നത് മുടിയെ ഒരുപാട് ഹാർംഫുൾ ആയിട്ട് അഫക്ട് ചെയ്യും. കാരണം നമ്മൾ ക്ലോറിൻ വെള്ളം യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിയും. അതുപോലെ തന്നെ ചൂടുവെള്ളം യൂസ് ചെയ്തും തല കഴുകരുത്. പിന്നെ ഇതിനെല്ലാം പുറമെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ ഡെയിലി തല നനയ്ക്കേണ്ട കാര്യമില്ല. ഒരു 2 ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്ത് തല നനയ്ക്കുക. 3 ദിവസം കൂടുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല. അന്നേരം നമ്മുടെ മുടിക്ക് അത് മതി. ഓവറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ മാറിപ്പോകും. നമ്മൾ സ്മൂത്ത് ചെയ്തിട്ടേക്കുന്നതിന്റെ സ്ട്രക്ചറിനൊരു മാറ്റം സംഭവിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി കഴുകണം. ഒരു 3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ കഴുകിയാൽ മതി. അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും വേറെ ഉണ്ടാവുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലോറിൻ വെള്ളം മാത്രമാണ് കിട്ടാനുള്ളതെങ്കിൽ ഒരു ചെയ്യേണ്ട ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്ലോറിൻ വെള്ളം പിടിച്ചു വെച്ചിട്ട് ഒരു കുറച്ചു നേരം അതിന്റെ ക്ലോറിൻ അല്ലെങ്കിൽ അതിനകത്തുള്ളതൊക്കെ അടിയാനായിട്ട് സമയം കൊടുക്കുക. അപ്പൊ അടിഞ്ഞു കഴിഞ്ഞിട്ട് അത് കഴുകുമ്പോൾ അത്രയും ഒരു ഇഫക്റ്റ് അതിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ ഒരു കുറവ് ഇഫക്റ്റ് ആയിട്ട് നമ്മുടെ മുടിക്ക് അത് എത്തുന്നത്. പിന്നെ ചൂടുവെള്ളം മാക്സിമം ഒഴിവാക്കുക. ചൂടുവെള്ളം മുടിക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ചൂടുവെള്ളവും ക്ലോറിൻ വെള്ളവും അവോയ്ഡ് ചെയ്ത് മാക്സിമം നിർത്തുക. 1 മന്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിച്ചിരി ഒരു ഇതായി. കാരണം ആദ്യത്തെ 4 ഡേയ്സിലെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും 1 മന്ത് കഴിഞ്ഞാൽ ഇല്ല. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഷാമ്പു ഇടുക, കണ്ടീഷണർ ഇടുക, ഡെയിലി ഇടേണ്ട, ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ ഇത് ചെയ്യുക. പിന്നെ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറം യൂസ് ചെയ്യാം, പിന്നെന്താ സ്പാ ചെയ്യാം, ഹെയർ മാസ്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഞാൻ 1 തവണയെ സ്പാ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞാൽ അലോവേര ജെൽ മേടിച്ചിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്യുമായിരുന്നു. അലോവേര ജെൽ എന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു നല്ലൊരു ഇതാണ്. അതായത് ഒരു ഹെയർ മാസ്ക് പോലെ നമ്മൾ തലയിൽ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാഷ് ചെയ്ത് കളയുക. അതൊരു നല്ലൊരു മുടിക്ക് നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉണ്ടാവാൻ ഒരു അടിപൊളി പാക്ക് തന്നെയാണ് ഈ അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങനെയൊന്നും ഞാൻ മുടിയിൽ യൂസ് ചെയ്ത് പരീക്ഷണം നടത്താറില്ല. കാരണം മറ്റു മുട്ടച്ചി ഓർമ്മയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യാറില്ലായിരുന്നു. ഞാൻ കൂടുതലും മുഖത്തായിരുന്നു എല്ലാം എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നത്. അതിനെനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാനിപ്പോൾ ആ പരിപാടി നിർത്തി. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഇടേണ്ടത് എന്താണ്, ഒരു 2 വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ഇടാം. അപ്പം 2 വീക്സ് കഴിയുന്നത് ചരിക്കറി ഇടണമെന്നല്ല, ഒരു 1 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓയിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ 1 വെച്ച് അത് സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നീട് എണ്ണ വെക്കുമ്പോൾ, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്മൂത്തനിങ് കഴിഞ്ഞിട്ട് ഞാൻ 1 മാസത്തിന് പകരം 2 മാസം കഴിഞ്ഞിട്ടാണ് എണ്ണ യൂസ് ചെയ്തത്. അപ്പൊ എനിക്ക് 1 മാസം കഴിഞ്ഞ് യൂസ് ചെയ്യായിരുന്നു. അപ്പൊ എന്റെ മുടി ലേശം കൊഴിയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയി. അപ്പൊ ഞാൻ എന്റെ കാട്ടിൽ വിചാരിച്ചിട്ട് എണ്ണ ഇട്ടു. അപ്പൊ എണ്ണ ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ആ കൊഴിച്ചിലങ്ങ് നിന്നു. അപ്പൊ എനിക്ക് തോന്നി ഒരു അബദ്ധം പറ്റി. നേരത്തെ ഇടുവായിരുന്നു അത്രയും മുടി കൊഴിയത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ മുടിയുടെ അല്ലെങ്കിൽ ഒരു ഹെയർ എടുത്ത് വെച്ചിട്ട് അത് നിങ്ങൾ 1 മാസം കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണ ഇട്ട് നോക്കുക. അതായത് ആദ്യം ഇടുമ്പോൾ എന്താണെങ്കിലും കൊഴിയും. പിന്നെ ഒരു 2-3 തവണ ഇടുമ്പോൾ കൊഴിച്ചിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്ക്. നീന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ അതിന്റെ ഓരോരുത്തരുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിരിക്കട്ടെ. എല്ലാവരിലേക്കും ഷെയർ ആവട്ടെ. മാക്സിമം സപ്പോർട്ട് കിട്ടട്ടെ. താങ്ക് യു. ബൈ.